നിങ്ങൾക്കറിയോ, അതായത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 12-ലധികം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നുണ്ട്. ശരിക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നത്? വാക്സിൻസ്. ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ അവിടെ വാക്സിനേഷൻ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യും. അതായത് BCG വാക്സിൻ ട്യൂബർക്ലോസിസിനെതിരെ, ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, പിന്നെ ഈ പോളിയോയിൽ നിന്ന് രക്ഷ നേടാൻ OPV വാക്സിൻ. 6, 10, 14 ആഴ്ചയാകുമ്പോഴേക്കും കുട്ടികൾക്ക് പെൻഡാവേലന്റ് വാക്സിനും കൊടുക്കും. അതായത് ഒറ്റ ഇഞ്ചക്ഷനിലൂടെ 5 വ്യത്യസ്ത രോഗങ്ങളായ ഡിഫ്തീരിയ, വൂഫിൻ കഫ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് B ഇൻഫെക്ഷനിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇതിന്റെ കൂടെ പോളിയോ വാക്സിൻ, അതുപോലെ തന്നെ സീവിയർ ഡയേറിയക്ക് റൊട്ടാവൈറസ് വാക്സിൻ, പിന്നെ ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ രക്ഷ നേടാൻ PCV വാക്സിനും കൊടുക്കും. ഒരു 9 മുതൽ 12 മാസം വരെയുള്ള കുട്ടികളിൽ മീസിൽസ്, റുബല്ല അതിൽ നിന്നൊക്കെ രക്ഷ നേടേണ്ടിയിട്ട് MR വാക്സിനും കൊടുക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വാക്സിനും കൊടുക്കും. ശരിക്കും എന്തിനാണ് ഇത്രയധികം ഡോസ് മരുന്ന് കൊടുക്കുന്നതെന്ന് അറിയോ? അതായത് ആദ്യത്തെ ഡോസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എങ്ങനെയാണ് ഒരു രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് കൊടുക്കുന്നത്. പിന്നീട് വരും വർഷങ്ങളിൽ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടിയിട്ടാണ് ബൂസ്റ്റർ ഡോസും കൊടുക്കുന്നത്. ഞാനിതൊക്കെ പറയാൻ കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല പേരൻസും ഈ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നതിൽ മടി കാട്ടുന്നു. ശരിക്കും ഇന്ത്യയിലുള്ള പ്രോഗ്രാംസ് വെച്ചിട്ട് ഈ വാക്സിൻസ് ഒക്കെ സേഫും അതുപോലെ തന്നെ ഫ്രീയുമാണ്. ഈ വാക്സിൻസ് ഒന്നും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ രോഗം വരാതിരിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ നന്നായിട്ട് കുറഞ്ഞേക്കാം.